ഗൈസ്, പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഈ ഉറക്കപ്പായിൽ എന്ത് വീഡിയോ എടുക്കാൻ പോകുന്നതെന്ന്. അതേസമയം ഏകദേശം 2 മണി എന്തോ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനും രുക്കും എല്ലാവരും കൂടെ ഒരു യാത്ര പോകാനായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരെ നമ്മൾ ഫ്രഷ് ആയിട്ട് അടുക്കളയിലോട്ട് കയറിക്കൊണ്ട് പോവേണ്ട സാധനങ്ങൾ കുറച്ചൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ട് ഇനി കഴിക്കാനായിട്ട് ആപ്പിളും പിന്നെ പേരയ്ക്ക, മാതളം അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ അരിഞ്ഞ് നേരത്തെ ഞാൻ വെക്കേണ്ടതായിരുന്നു. പക്ഷേ എനിക്ക് സമയം കിട്ടിയില്ല. അതുകൊണ്ട് രാവിലെയാണ് എല്ലാം എടുത്ത് ചെയ്തത്. എൻ്റെ അമ്മയും കുഞ്ഞമ്മയൊക്കെ ഇങ്ങനെ ഓരോരോ യാത്ര പോകുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരൊന്നും ശല്യപ്പെടുത്തണ്ടല്ലോ എന്ന് വിചാരിച്ചു പിന്നെ ഞാൻ അങ്ങനെ എല്ലാം അങ്ങ് ചെയ്തങ്ങ് ശരിയാക്കി. അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഞാൻ പോയി ഫ്രഷ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ സമയത്തൊക്കെ ഞാൻ ആദ്യമായിട്ട് കേട്ടോ ഈ ടൈമിലൊക്കെ ഞാൻ എഴുന്നേൽക്കുന്നത്. പിന്നെ കുഞ്ഞമ്മ ടൈമിൽ എഴുന്നേറ്റു എനിക്ക് കട്ടൻ ചായ കിട്ടുക തന്നു, കൊണ്ടുപോകേണ്ട കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തന്നു. വെള്ളവും കാപ്പി ഇല്ല. ബസ് ഏകദേശം 4 മണിക്ക് വരുമെന്നാണ് പറഞ്ഞത്. നമ്മളിവിടുന്ന് ഒരു 3:30 ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഹലോ ഗൈസ്. അപ്പൊ ഗൈസ്, ഞാൻ എവിടെ പോവാന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞില്ലായിരുന്നു. ഞങ്ങളും ഞങ്ങളുടെ കുടുംബക്കാരെല്ലാവരും കൂടെ നാലമ്പലത്തിൽ പോവുകയാണ് ഗൈസ്. അപ്പം നമുക്ക് ഞാൻ ആദ്യമായിട്ടായിട്ട് പോകുന്നത്. എൻ്റെ അമ്മയും കുഞ്ഞമ്മയും അനിയൻകുട്ടനും ഒക്കെ നേരത്തെ പോയിട്ടുണ്ട്, കഴിഞ്ഞ വർഷം പോയിരുന്നു. ഞങ്ങൾ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പം ഞങ്ങളൊക്കെ അതെ. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഞങ്ങൾ ഞായറാഴ്ച ലൈവിൽ വരാമെന്നാണ് പറയുന്നത്. ഒത്തിരി പേര് ലൈവ് കണ്ടിട്ട് അവരൊരുപാട് ചിരിത്തെന്നൊക്കെ പറഞ്ഞു. എന്തിനാണോ അറിയത്തില്ല, പക്ഷെ താങ്ക് യു. അതെ, താങ്ക് യു സോ മച്ച്. അപ്പം നിങ്ങൾക്ക് ഇനി ഇഷ്ടമാണെങ്കിൽ ഞങ്ങൾ ലൈവിൽ വരുന്നതായിരിക്കും. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചൊക്കെ ഇരുന്നപ്പോഴത്തേക്കാണ് പെട്ടെന്ന് വണ്ടി വന്നത് കേട്ടോ. കറക്റ്റ് 4 മണി എന്തോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് അങ്ങോട്ട് പോയപ്പോഴത്തേക്കാണ് രുക്കുനോട് ചോദിച്ച് ഫോൺ എടുത്തു. രുക്കുവാണെങ്കിൽ ഫോൺ എടുത്തതില്ല. രുക്കുന് പിന്നെ ഫോൺ എടുത്തില്ലെങ്കിലും ഒരാവശ്യമില്ല. പിന്നെ പോയി കൊച്ചു പിന്നെ ഫോൺ എടുത്തുകൊണ്ട് വന്നിട്ടാണ് ഞങ്ങൾ പോയത്. ഇതാണ് നമ്മളുടെ ചേച്ചി കേട്ടോ. എൻ്റെ ചേച്ചിയുടെ നാത്തൂനാണ് വണ്ടി വിടുന്നത്. ഷിജ ചേച്ചി ഹായ്. ഷിജ ചേച്ചി അവിടെ ടാറ്റ അടിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ യാത്രയൊക്കെ തുടരുകയാണ്. തുടർന്നുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് എല്ലാവരും കൂടെ വണ്ടി നിർത്തുന്നത്. കാരണം എന്താ, രുക്കുന് ഛർദ്ദിക്കണം. ഞങ്ങളുടെ ഇടുക്കുനാണെങ്കിൽ യാത്രയ്ക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടം. എവിടെയൊക്കെ പോകണമെന്ന് ലിസ്റ്റ് ഓരോന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. കൊല്ലത്തിൻ്റെ അപ്പുറത്ത് വേണ്ട, കൊല്ലം പോകണ്ട, കുറച്ച് വീട്ടിൽ നിന്ന് കുറച്ച് അപ്പുറത്ത് മാറി ഞങ്ങൾ രുക്കു ഛർദ്ദിച്ചിരിക്കും. അതാണ് എല്ലാം. നിങ്ങൾക്കും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. അവരെല്ലാവരും ചായ കുടിക്കുന്നു. അവർക്ക് നമ്മൾ കാണാൻ പറ്റും. ഏതാ സ്ഥലം പറഞ്ഞിടാ കിടക്കുന്നു. ഛർദ്ദിച്ചത് ഞാനാണെങ്കിലും കുഴഞ്ഞത് ഇവിടെ മറ്റേ സിനിമ പടക്കളം ഇവിടെ പൊന്നാട അണിയിച്ചിരിക്കുക. ഭയങ്കര തണുപ്പായിട്ട് ഞാനിവിടെ കിടന്ന് സുഖമായിട്ട് കിടന്നു. അപ്പോഴാണ് പെട്ടെന്ന് എന്തോ കാണണമെന്നൊക്കെ പറഞ്ഞ് എല്ലാരും ചാടി എഴുന്നേറ്റ് രുക്കു ഛർദ്ദിക്കും. ഞാൻ പുലിയെ കാണാൻ ഇറങ്ങി ഓടിയത്. അവരെല്ലാം ചായ കുടിക്കാൻ പോയ സമയത്ത് ഞങ്ങളാണെങ്കിൽ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ചുക്കാപ്പിയും കാര്യങ്ങളൊക്കെ എടുത്ത് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കുടിക്കുമ്പോൾ നല്ലൊരു ആശ്വാസമാണ് കിട്ടിയത്. പിന്നെ കൂടെ കൊണ്ടുവന്ന ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഞങ്ങളെല്ലാം കൂടെ കഴിച്ചു. നിനക്ക് ചുക്ക് കാപ്പിയാണോ? കറ വരും. സാധകം ചെയ്യുന്നതാണ്, അതുകൊണ്ട് ഇതൊക്കെ കുടിക്കാൻ പറ്റും. ഗ്രീൻ ആപ്പിളാ അതിൻ്റെ ടേസ്റ്റ് എനിക്ക് നന്നായിരുന്നു. പേരക്കയുടെ ഞാൻ എനിക്ക് തോന്നിയതാണ്. ഇത് റംബൂട്ടാനാണ്. കാണാനൊന്നും പറ്റത്തില്ല. പെട്ടെന്നോ അല്ലെങ്കിൽ നിർത്തിട്ടിട്ട് പോകണം. അടിപൊളി കേട്ടോ. കാട്ടിലൂടെയാണ് പോകുന്നത്. വേണ്ട, ഈ കാട്ടിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. സോറി, 2 വണ്ടിയുണ്ട്. എനിക്ക് ചേച്ചിയുടെ ഇഷ്ടപ്പെട്ട്. സുമചേച്ചിയും കുഞ്ഞും കൂടെ പോവുക. സുമചേച്ചി കണ്ണാടിയിൽ നോക്കി പോവുക. അമ്പലത്തിൽ ക്യൂ നിൽക്കുന്നതിൻ്റെ ആളുകൾ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് അറിയാൻ വയ്യ. ക്യൂ കഴിഞ്ഞ്
അറിയില്ല എവിടെയാ അമ്പലം അറിയില്ല, എവിടെയോ എത്തിയിട്ടുണ്ട്. അയ്യോ ക്യൂ നിന്നിട്ടും എത്താത്തതുകൊണ്ട് തന്നെ ഞാനും അമ്മുചേച്ചിയും പിള്ളേരും കൂടെ ഇറങ്ങി അങ്ങ് നടന്നു. നമ്മള് വീഡിയോ എടുത്തോണ്ടായിരിക്കും. ഗൈസ് ഇവിടെ മീനൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് വീഡിയോക്കകത്ത് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. നല്ല രസമുണ്ട്. ഓ എൻ്റെ ഇടയ്ക്ക് ആണ്ടേ രമണീയമായ സ്ഥലം. പച്ച പച്ച ഇത് കൈമുറിയും. ഓ ഭയങ്കര ഒഴുക്കാണ്. അവിടെ നിന്ന് എടുത്ത് വെക്കട്ടെ. നല്ല ഫോഴ്സ് അല്ലേ അവിടുന്ന്, പക്ഷേ ഭയങ്കര സ്മൂത്ത് ആയിട്ടാണ് വെള്ളം വരുന്നത്. ഇവിടെ വരുമ്പോൾ ഭയങ്കര ഒഴുക്ക്. ശ്രീ രാമസ്വാമി ടെമ്പിൾ രാമപുരം, ഇവിടെയാണ് നമ്മൾ ആദ്യമായിട്ട് ക്ഷേത്ര ദർശനം നടത്താൻ പോകുന്നത്. സൂര്യോദയത്തിന് മുമ്പ് അസ്തമയത്തിന് ശേഷമോ 20 തുള്ളി തൈലം അടിമർമ്മമായ ഉച്ചപ്പണത്തിൽ വെച്ച് അരമണിക്കൂർ കഴിഞ്ഞ് കുളിക്കാവുന്നത്. മഴ ആയോണ്ട് ഞങ്ങൾ ഒറ്റ കൊടക്കയിൽ അയ്യോ ഒരുപാട് നേരം ഇരുന്നു. രാമനെ തൊഴുതതിനു ശേഷം നമ്മൾ നേരെ ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലാണ് വന്നിരിക്കുന്നത്. 61ഓളം പടികൾ കയറി വേണം നമ്മളിവിടെ തൊഴുവാൻ കയറാൻ. പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ടാണ് ഇവിടെ ഇത്രയും തിരക്കും. അവിടുന്ന് തന്നെ ഞങ്ങൾ കഞ്ഞിയും അച്ചാറും തോരനും കഴിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. അപ്പോഴേക്കും മഴ നന്നായിട്ട് ഉറച്ചു. പിന്നീട് അങ്ങോട്ട് മഴയായിരുന്നു കേട്ടോ. ഞങ്ങൾ ഫുള്ള് നനയാൻ തുടങ്ങി. ഹലോ ഗൈസ്, ഞങ്ങൾ ഫുൾ നനഞ്ഞു. നനഞ്ഞില്ലേ? ഞാൻ ഫുള്ള് നനഞ്ഞ്, എനിക്ക് നനഞ്ഞ് ചന്ദനക്കുറിയൊക്കെ പോയി. വീണ്ടും ഫ്രഷായി. ഇനി നല്ല തലവേദനയുണ്ട്. എന്നെ കാത്തു നിൽക്കുന്നു. അത് കഴിഞ്ഞ് 4 കിലോമീറ്ററിനിപ്പുറം നമ്മുടെ ഭരതസ്വാമി ക്ഷേത്രത്തിലേക്കാണ് വന്നത്. ദർശനം പടിഞ്ഞാറോട്ടാണ്. കൂടാതെ ശ്രീ രാമസ്വാമിയുടെ ആറാട്ട് ഇവിടെ വെച്ചാണ് നടത്തുന്നത്. മീനിന് പൊരി വെച്ച മീൻ തിന്നില്ല. മീനെല്ലാം ഒളിച്ചിരിക്കുന്നു. നമ്മളെത്തിയത് ശ്രീ ശത്രുഘ്ന സ്വാമി ക്ഷേത്രത്തിലാണ്. അവിടെയാണെങ്കിൽ വളരെ മനോഹരമായ കാഴ്ചയാണ്. മഴയും അവിടുത്തെ കുളവും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അവിടുത്തെ ക്ഷേത്ര ദർശനവും പ്രസാദവും വാങ്ങിക്കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഗോപി മഞ്ചൂരി കഴിച്ചു. തുടങ്ങിയിടത്ത് തന്നെ ഞങ്ങൾ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. അതായത് നമ്മൾ തുടങ്ങിയ രാമസ്വാമി ക്ഷേത്രമില്ലേ, അവിടെ വീണ്ടും ചെന്ന് പ്രാർത്ഥിച്ച് വേണം ഇറങ്ങാൻ. ഇത് സാധനങ്ങളെല്ലാം കവറെല്ലാം പൊട്ടിപ്പോയി. ഓ ഇനിയിപ്പം ഇവിടുത്തെ ഐറ്റംസ് മച്ചി ഭയങ്കര ബിസി. ഓ എന്തൊക്കെ നോക്ക്. ശാന്തിനി ബായി എന്ത് പഠിക്കുന്നത്? നിങ്ങൾ എടുത്തില്ലെങ്കിൽ രേഷ്മ ചേച്ചി കാര്യമായിട്ട് എന്തൊക്കെയൊക്കെയോ മേടിക്കുന്നുണ്ട്. എന്തൊക്കെയോ കാര്യമായിട്ടൊക്കെ മേടിച്ചിട്ട് അങ്ങനെ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും എണ്ണി പെറുക്കി എല്ലാവരെയും ബസ്സിലോട്ട് കയറ്റി വിട്ടപ്പോഴത്തേക്കാണ് ഗോപി മഞ്ചി ഇരിക്കുന്നുണ്ടത്. പിന്നെ അതും കൂടെ മേടിച്ചിട്ട് നമ്മൾ വണ്ടിയിലോട്ട് കയറി നിന്നിട്ട് സോസിൻ്റെ കൂടെ കുഴച്ച് നല്ല കഴിച്ചു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഈ മഴയത്ത് നല്ല ചൂടുള്ള ഗോപി മഞ്ചൂരി കഴിക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. ഏറ്റവും കൂടുതൽ ഇതിന് ഇഷ്ടം എൻ്റെ ചേച്ചിയുടെ മോക്കാണ് കേട്ടോ. പിന്നെ തൊട്ടപ്പുറത്തിരുന്ന് നോക്കുമ്പോഴത്തേക്ക് വേറൊരു തിങ്ങനെ സൗണ്ട് ഉണ്ടായി കളിക്കുന്നുണ്ട്. എനിക്ക് അതിൻ്റെ പേര് കറക്റ്റായിട്ട് അറിയത്തില്ല. ഇപ്പോഴത്തെ ട്രെൻഡാണെന്ന് തോന്നുന്നു. പക്ഷേ എന്തായാലും അത് കൊള്ളായിരുന്നു. പിന്നെ ഒരുവിധം ഒരു സ്ഥലത്ത് എത്തിയപ്പോഴത്തേക്ക് നമ്മൾ പിന്നെ ഫുഡ് കഴിക്കാനായി കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യുമായിരുന്നു. അയ്യോ ഒരു രക്ഷയില്ലാത്ത മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ ഇതുപോലൊരു യാത്ര ഞാൻ ഒരിക്കലും പോയിട്ടില്ല. പക്ഷെ നമ്മൾ ഒരുപാട് എൻജോയും ചെയ്തു. നല്ല രസമായിരുന്നു. അപ്പോൾ പിന്നെ തിരിച്ച് നമ്മൾ വീട്ടിൽ പോയി. ഓക്കെ ബൈ, ടാറ്റാ.